കാട്ടിൽ ഒറ്റക്ക് നടന്നലഞ്ഞ ദമയന്തി എന്ന ഒരിക്കൽ സൗഭാഗ്യവതിയായിരുന്ന മഹാറാണിയുടെ ദുരിതാവസ്ഥയെ നമ്മൾ കേട്ടു. ഒടുവിൽ ഒരുവിധം കരക്കണഞ്ഞു എന്ന് പറയാം. ചേതുരാജ്യത്തെ രാജമഹിഷിയുടെ രാജമാതാവിൻ്റെയും മകളുടെയും ദാസിയായിട്ട് സൈരന്ധ്രിയായിട്ട് അഭയം തേടിയിരിക്കുകയാണ് നമ്മുടെ ദമയന്തി. ദമയന്തിയെ കാട്ടിൽ ഉപേക്ഷിച്ച് പോയ ദുഃഖിതനായ നളൻ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കണ്ടേ. ദമയന്തിയെ വിട്ടുപിരിഞ്ഞു പോയ നളൻ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് കരഞ്ഞും വിശപ്പ് സഹിച്ചും ദാഹം സഹിച്ചും നടക്കുമ്പോൾ കാട്ടിൽ ദാവാഗ്നി പടർന്നു പിടിച്ചതായിട്ട് കണ്ടു. കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്നു. ആ കാട്ടുതീയിൽ നിന്നും ഒരു ഭൂതത്തിൻ്റെ കരച്ചിൽ കേട്ടു. എന്തായിരുന്നു ആ ഭൂതം വിളിച്ചു പറഞ്ഞത്? നള പുണ്യശ്ലോക എന്നുള്ള സംബോധന. ഹേ പുണ്യശ്ലോക, നള ഇതാ ഓടി വരൂ, എന്നെ രക്ഷിക്കൂ എന്നുള്ളൊരു കരച്ചിലാണ് കേട്ടത്. നളൻ പൊതുവെ ഭൂതദയ ഉള്ളവനാണ്, ആരോടും ദയ ഉള്ളവനാണ്. തന്നെ വിളിച്ചു കരയുന്ന ഒരു അശരണന് അഭയം കൊടുക്കേണ്ടത് തൻ്റെ ധർമ്മമല്ലേ. നളൻ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു, തൻ്റെ ദുഃഖം മറന്നു. ആ ആർത്തത്രാണ പരായണനായ നളൻ ആ ഭൂതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അദ്ദേഹം പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അഗ്നിയിലേക്ക് പ്രവേശിച്ചു. നളന് അഗ്നി ഭയമില്ല. അഗ്നിയുടെയും വരുണൻ്റെയും മറ്റും അനുഗ്രഹം മുമ്പേ തന്നെ അദ്ദേഹം നേടിയിട്ടുണ്ടല്ലോ. അഗ്നിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. അപ്പോൾ അവിടെ കാണുന്നത് നാഗരാജാവായ കാർക്കോടകൻ എന്ന മഹാസർപ്പം, മഹാനാഗം. അദ്ദേഹം ചുരുണ്ട് കിടക്കുന്നു. ആ തീയിൽ രക്ഷപ്പെടാൻ സാധിക്കാതെ നിലവിളിച്ച് കരയുകയാണ്. അദ്ദേഹം തൊഴുകയുമായിട്ട് നളനോട് പറഞ്ഞു, ഞാൻ കാർക്കോടകനാണ്. നാരദ മഹർഷിയെ പണ്ട് ഞാൻ വഞ്ചിച്ചു. വഞ്ചന ചെയ്തതിൻ്റെ ഫലമായിട്ട് ക്രോധം വന്ന നാരദ മഹർഷി എന്നെ ശപിക്കുകയുണ്ടായി. തിഷ്ഠത്വം സ്ഥാവര ഇവ യാവദേവ നളക്കുചിൽ ഇതോ നേതാഹി തത്രത്വം ശാപാൻ മോക്ഷസി മത്കൃതാത്. തിഷ്ഠത്വം സ്ഥാവര ഇവ, നീ സ്ഥാവരമായിട്ടൊരു മരം പോലെ നിശ്ചലനായിട്ട് നിൽക്കേണ്ടി വരട്ടെ നിനക്ക്. നളൻ എന്ന രാജാവ് നിന്നെ വന്ന് രക്ഷിക്കുന്നത് വരെ നിനക്ക് അനങ്ങാൻ പറ്റാതെ ആകട്ടെ എന്നുള്ള ശാപം തന്നതുകൊണ്ട് ഞാനിവിടെ പെട്ടുപോയി. എനിക്ക് ഒരു അടി പോലും, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല. അങ്ങ് എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങേക്കുള്ള ശ്രേയസ് പറഞ്ഞു തരും. ഞാൻ അങ്ങയുടെ സഖാവ് ആയിരിക്കും. സഖാചതേ ഭവിഷ്യാമി, ഞാൻ അങ്ങയുടെ സഖാവായിരിക്കും, വിശ്വസ്ത സുഹൃത്തായിരിക്കും. ഞാൻ എൻ്റെ ഭാരം കുറക്കാം, ലഘുത്വം വരുത്താം. അണിമ, ലഘിമ, ഗരിമ മുതലായ സിദ്ധികളൊക്കെ ഉണ്ടല്ലോ. ലഘിമ എന്ന ആ സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് കർക്കോടകൻ തൻ്റെ ഭാരം കുറച്ചു. അങ്കുഷ്ഠമാത്ര വലുപ്പവും കുറച്ചു. അങ്കുഷ്ഠമാത്ര സ്വരൂപനായിട്ട് മാറി, പെരുവിരലിൻ്റെ വലുപ്പമായിട്ട് മാറി എന്നാണ്. നളൻ കാർക്കോടകനെ അഗ്നിയിൽ നിന്നും എടുത്ത് അഗ്നിപ്രഭാവം ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കാർക്കോടകൻ പറഞ്ഞു, അങ്ങ് കുറച്ച് ചുവട്, കാൽ ചുവട് 1, 2, 3 എന്നിങ്ങനെ എണ്ണിയിട്ട് കാല് മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ അങ്ങേക്കുള്ള ഒരു ശ്രേയസിൻ്റെ കാര്യം ചെയ്തു തരും എന്ന് പറഞ്ഞു. നളൻ കാർക്കോടകനെയും വഹിച്ചുകൊണ്ട് 1, 2, 3 ഇങ്ങനെ എണ്ണിക്കൊണ്ട് 10 അടി വെച്ചു. 10ാമത്തെ അടി വെച്ചപ്പോൾ കാർക്കോടകൻ നളനെ ആഞ്ഞ് കൊത്തുകയാണ് ചെയ്തത്. ദംശനം ചെയ്തു. കാർക്കോടകൻ്റെ ഘോരമായ വിഷമേറ്റ് നളൻ്റെ സുന്ദരമായ സ്വരൂപമാണ് ഇപ്പോൾ അഴുക്ക് പുരണ്ട് കിടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിന് ഒരു മാറ്റവും വന്നിരുന്നില്ല. ആ സുന്ദരമായ ശരീരം കറുത്ത് ഇരുണ്ട് പോവുകയാണ്. ശരീരത്തിൻ്റെ ഉയരം പോലും കുറഞ്ഞു. അദ്ദേഹം ഉയരം കുറഞ്ഞവനായി ഒരു കാപ്പിരിയെ പോലെ, ഒരു നീഗ്രോയെ പോലെ അദ്ദേഹത്തിൻ്റെ ശരീരം വികൃതമായിട്ട് നളൻ വിസ്മയത്തോടു കൂടി നോക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? സഖാചതേ ഭവിഷ്യാമി, ഞാൻ നിൻ്റെ സഖാവാണെന്ന് പറഞ്ഞിട്ട് സഖാവിൻ്റെ ജോലി ഇങ്ങനെ പറഞ്ഞു പറ്റിക്കലാണോ, ചതിക്കലാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സഖാവാവുക? സഖാക്കന്മാരെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നൊക്കെ നളൻ ചിന്തിച്ച് കാണും. വിസ്മയത്തോടു കൂടി നോക്കിയപ്പോൾ കാർക്കോടകൻ പറഞ്ഞു, ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ തന്നിരിക്കുന്ന രൂപം നിനക്ക് പ്രയോജനപ്പെടും. കാരണം നിനക്ക് ആൾ മാറിയിട്ട് താമസിക്കാൻ, ആരും തിരിച്ചറിയാതെ കഴിഞ്ഞുകൂടാൻ ഈ രൂപം, ഈ വികൃത രൂപം നിന്നെ സഹായിക്കും. എന്ന് മാത്രമല്ല, എൻ്റെ ഘോരമായ വിഷം നിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു. ആരാണോ നിന്നെക്കൊണ്ട് ചൂത് കളിപ്പിച്ച് നിൻ്റെ ധനവും ധാന്യവും രാജ്യവും ഒക്കെ നഷ്ടപ്പെടുത്തിയത്, പത്നിയെയും നഷ്ടപ്പെടുത്തിയത്, നിൻ്റെ ശരീരത്തിൽ ആവേശിച്ചിരിക്കുന്ന ആ ദുഷ്ടാത്മാവ് എൻ്റെ വിഷം കൊണ്ട് വേദന സഹിച്ച് പിടഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം നിന്നെ വിട്ടുപോകുമ്പോൾ മാത്രമേ അവൻ്റെ പീഡകൾ അവസാനിക്കുകയുള്ളൂ. അങ്ങനെ അവൻ ഗതികെട്ട് നിന്നെ വിട്ടുപോവുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ കൊത്തി വിഷം ഏൽപ്പിച്ചിരിക്കുന്നത്.
നീ വാസ്തവത്തിൽ നിരപരാധിയാണ്. നിരപരാധിയായി നിന്നെക്കൊണ്ട് ചൂത് കളിപ്പിച്ചത് നിന്നോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ദുഃഖത്തിൽ നിന്ന് ഞാൻ നിന്നെ ഇപ്പോൾ രക്ഷിച്ചിരിക്കുകയാണ്. നീ ഒട്ടും പേടിക്കണ്ട. നിൻ്റെ യാത്രയിൽ എൻ്റെ പ്രസാദം കൊണ്ട് നിൻ്റെ യാത്രയിൽ നിന്നെ ദംഷ്ട്രകൾ ഉപദ്രവിക്കുകയില്ല. ദംഷ്ട്രങ്ങളുള്ള സിംഹം, പുലി മുതലായിട്ടുള്ള മൃഗങ്ങൾ നിന്നെ ഉപദ്രവിക്കുകയില്ല. ശത്രുക്കൾ ഉപദ്രവിക്കില്ല. വേദവിത്തുകളായ വേദജ്ഞാനികളെ ബ്രാഹ്മണരുടെ ശാപത്തിൽ നിന്നും നിനക്ക് ഭയമുണ്ടാവുകയില്ല. യുദ്ധത്തിൽ നിനക്ക് ജയം നേടാൻ സാധിക്കും. ഒരു ജന്തുവിൻ്റെയും വിഷത്തിൽ നിന്നും നിനക്ക് പീഡയുണ്ടാവുകയില്ല. നീ പോവുക, ഭയപ്പെടാതെ പോവുക. അയോധ്യ രാജാവായിട്ടുള്ള ഋതുപർണൻ്റെ സമീപത്ത് ചെല്ലുക. ഞാൻ ബാഹുകനാണ്, എൻ്റെ പേര് ബാഹുകൻ എന്നാണ്, ഞാൻ സൂതനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുക. അദ്ദേഹം നിന്നെ സൂതനാക്കി വയ്ക്കും. അദ്ദേഹത്തിന് അക്ഷഹൃദയം എന്ന ദിവ്യമായ വിദ്യയെ അറിയാം. ഏത് തരത്തിലും ചൂതുകളി ജയിക്കാനുള്ള വിദ്യയാണ് അക്ഷഹൃദയം, കണക്ക് കൊണ്ടുള്ള കളിയാണ്. ആ അക്ഷഹൃദയം നിന്നെ പഠിപ്പിച്ചു തരുന്ന ഋതുപർണന് നിനക്കറിയാവുന്ന അശ്വഹൃദയം, അതിവേഗത്തിൽ കുതിരയെ ഓടിക്കാനുള്ള അശ്വഹൃദയം എന്ന വിദ്യ നീ അദ്ദേഹത്തെ പഠിപ്പിക്കുക. അദ്ദേഹം നിൻ്റെ മിത്രമായി തീരും. നിനക്കതിൽ നിന്നും ശ്രേയസ്സുണ്ടാകും. ഒടുവിൽ അങ്ങ് ഭാര്യയെ കണ്ടെത്തും, മക്കളെയും തിരിച്ചു കിട്ടും, രാജ്യവും തിരിച്ചു കിട്ടും. ഇത് സത്യമാണ്. അങ്ങയുടെ സ്വന്തം രൂപം, സുന്ദരമായ രൂപം തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യണം? ഞാൻ അങ്ങക്ക് ഇതാ ഒരു ദിവ്യ വസ്ത്രം തരുന്നു, ഒരു ഇരട്ട വസ്ത്രം, വാസോ യുഗം. ഈ വസ്ത്രം കൊണ്ട് പുതച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് പൂർവ്വ ശരീരഭംഗി തിരിച്ചു കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞ് കാർക്കോടകൻ അന്തർധാനം ചെയ്തു. ഇപ്പോഴും വാക്ക് പാലിക്കാത്ത ആളുകളെ നമ്മൾ കാർക്കോടകൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ കാർക്കോടകൻ സതുദ്ദേശത്തോടു കൂടിയിട്ട് തന്നെയാണ് നളനെ ദംശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവിടെ നിന്ന് അയോധ്യയെ ലക്ഷ്യമാക്കി നളൻ നീങ്ങുന്നു. 10 ദിവസം യാത്ര ചെയ്തു. 10ാം ദിവസം ഋതുപർണൻ്റെ രാജധാനിയിലെത്തി. അവിടെ ചെന്ന് ഞാൻ ബാഹുകനാണ് എന്ന് പരിചയപ്പെടുത്തി. രാജാവേ, ഞാൻ അശ്വവിദ്യയിൽ ലോകത്തിൽ ഒന്നാമനാണ്. അശ്വവിദ്യ എന്നെപ്പോലെ ആർക്കും അറിയില്ല. അങ്ങയെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഞാൻ ഉപദേശം നൽകി സഹായിക്കാം. കലാപരമായ കാര്യങ്ങളിൽ അങ്ങക്ക് എൻ്റെ ഉപദേശം തേടാം. അതുപോലെ അന്നസംസ്കാരം ചെയ്യുന്നതിൽ ഞാൻ ലോകത്തിൽ ഒന്നാമനാണ്. അന്നസംസ്കാരം എന്ന് വെച്ചാൽ സ്വാദിഷ്ടമായ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. പിന്നെ ശില്പകല സംബന്ധമായ എന്തെങ്കിലും കാര്യം ചെയ്യിക്കണമെങ്കിൽ അതും അങ്ങക്ക് എന്നെ വിശ്വസിച്ചേൽപ്പിക്കാം. ഞാൻ അതിലും വിദഗ്ധനാണ്. അതുകൊണ്ട് അങ്ങ് എന്നെ സംരക്ഷിച്ചുകൊള്ളൂ ഋതുപർണ എന്ന് ബാഹുക രൂപം പൂണ്ട നളൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഋതുപർണൻ അത് കേട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, നീ ഇവിടെ തന്നെ കഴിഞ്ഞോളൂ. വാസ്തവത്തിൽ ഈ ശീഘ്രഗമനം, അതിവേഗത്തിൽ പോവുക എന്നുള്ളത് എൻ്റെ ഒരു അത്യാഗ്രഹമാണ്. സ്പീഡ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്രേസാണ്. പക്ഷേ എൻ്റെ കുതിരകൾക്ക് വേണ്ടത്ര വേഗതയില്ല. നിൻ്റെ ഉപായങ്ങളെ കൊണ്ട് എൻ്റെ ഹയങ്ങൾ ശീഘ്രഗാമികളായി മാറട്ടെ. നിന്നെ സഹായിക്കാൻ എൻ്റെ ചില സൂതന്മാർ വേറെയുണ്ട്. നിനക്ക് എൻ്റെ അശ്വാധ്യക്ഷനായിട്ട് ഒരു പദവി ഞാൻ പുതിയതായിട്ട് നൽകുന്നു. നീ എൻ്റെ അശ്വാധ്യക്ഷനായിരിക്കും ഇനി മുതൽ. നിന്നെ സഹായിക്കാൻ ഇതാ ഈ വാർഷ്ണേയനും അതുപോലെ ജീവലനും ഉണ്ടായിരിക്കും. അവർ നിനക്ക് കൂട്ടുകാരായിരിക്കും. വാർഷ്ണേയനെ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടായിരിക്കും. ചൂതുകളിയിൽ തോറ്റ നളൻ്റെ ഭാര്യയായ ദമയന്തി അഭ്യർത്ഥിച്ചതനുസരിച്ച് അവരുടെ മക്കളെ വിദർഭ രാജ്യത്ത് കൊണ്ടാക്കിയിട്ട് പിന്നീട് എവിടെയും ആശ്രയം കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ഋതുപർണൻ്റെ കൊട്ടാരത്തിൽ സൂതൻ്റെ ജോലി ചെയ്ത് ഉപജീവനമാർഗം തേടി എന്ന് പറഞ്ഞിരുന്നു. നളൻ്റെ സൂതനായിട്ടുള്ള, നളൻ്റെ സാരഥിയായിട്ടുള്ള വാർഷ്ണേയൻ തന്നെയാണ് ഇവിടെ നളന് കൂടെ പ്രവർത്തിക്കുന്ന ആളായിട്ട്, പരിചാരകനായിട്ട് കിട്ടിയത് എന്നർത്ഥം. ആ നളനെയും ജീവനെയും കൂട്ടുകാരായി കെട്ടി അവിടെ അശ്വവിദ്യയെ പ്രയോഗിച്ചുകൊണ്ട് നളൻ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. പക്ഷേ രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിന് ദമയന്തിയെ ഓർമ്മ വരും. താൻ രാത്രിയിൽ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച് വന്ന ആ ദമയന്തിയെക്കുറിച്ച് ഓർത്ത് നളൻ ഏങ്ങി കരയും. കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ശ്ലോകം അവിടെ ചൊല്ലുമായിരുന്നു. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് കൊനുസാക്ഷുത്പിപാസായാം ശ്രാന്താശേതേ തപസ്വിനി സ്മരന്തി തസ്യ മന്ദസ്യ കം വാ സാധ്യോപതിഷ്ഠതി. കൊനുസാക്ഷുത്പിപാസായാം ശ്രാന്ത, ദാഹവും വിശപ്പും കൊണ്ട് വലയുന്ന ആ തപസ്വിനിയായ അവൾ എവിടെയായിരിക്കും? അവൾ എവിടെ ചെന്നിരിക്കും? അവൾ എവിടെയായിരിക്കും ഇപ്പോൾ കിടക്കുന്നുണ്ടാവുക? അവൾ ഉറങ്ങുന്നുണ്ടായിരിക്കുമോ? അവളെ ഉപേക്ഷിച്ച് പോയ ആ മന്ദപ്രജ്ഞനായ മന്ദബുദ്ധിയായ പുരുഷനെ അവൾ എപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കുമോ? ആരെ ആശ്രയിച്ചായിരിക്കും അവൾ ഇപ്പോൾ കഴിയുന്നുണ്ടാവുക എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഉറക്കത്തിലിങ്ങനെ ചൊല്ലുന്നത് കേട്ടിട്ട് കൂടെ കിടക്കുന്ന ജീവലൻ ചോദിച്ചു, ഹേ ബാഹുക, നീ എന്താണ് ഈ പാടുന്നത്? ആരെക്കുറിച്ചാണ് പാടുന്നത്? എന്താണ് നീ ദുഃഖിക്കുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ നളൻ പറഞ്ഞു, മന്ദബുദ്ധിയായ ഒരു മനുഷ്യന് അതിമഹതിയായ ഒരു പത്നി ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കിന് ദൃഢത പോരാത്തത് കൊണ്ട് അവൻ അവളെ
അകാലത്തിൽ പിരിഞ്ഞു പോയി. ഇപ്പോൾ അവൻ അതിൽ ദുഃഖിച്ച് പശ്ചാത്താപവിവശനായിട്ട് വിരഹ ദുഃഖം കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുഃഖിതനായിട്ട് കഴിയുകയാണ്. അവളെ ഓർത്ത് കഴിയുകയാണ്. ഈ ശ്ലോകം രാത്രിയിൽ എപ്പോഴും അവൻ ചൊല്ലാറുണ്ട്. തൻ്റെ കഷ്ടതയിലും തന്നെ ഉപേക്ഷിക്കാതെ തന്നെ നിഴൽ പോലെ പിന്തുടർന്ന സാധ്യയായ പതിവ്രതയായ മഹതിയായ ആ സ്ത്രീയെ, ആ ഭാര്യ പത്നിയെ അയാൾ ഇപ്പോൾ ഓർത്ത് കരയുകയാണ്. അവൾ ഇപ്പോൾ വിശപ്പും ദാഹവും സഹിച്ച് എവിടെയോ അലയുകയായിരിക്കും എന്ന് ബാഹുകൻ ജീവനോട് പറയുകയാണ്. അങ്ങനെ ആ ഋതുപർണൻ്റെ കൊട്ടാരത്തിൽ സൂതനായിട്ട് അദ്ദേഹം വേലയെടുത്ത് കഴിയുമ്പോൾ വിദർഭ രാജാവായിട്ടുള്ള ഭീമരാജാവ് തൻ്റെ മകളുടെ ഭർത്താവിനെ അറിഞ്ഞ ദുരിതത്തെക്കുറിച്ച് അറിഞ്ഞു. വനഗമനം ചെയ്തതായിട്ട് അറിഞ്ഞു. നളനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 4 പാടും ഈ ബ്രാഹ്മണരായ തൻ്റെ ദൂതന്മാരെ പറഞ്ഞയച്ചു. അവർക്ക് വേണ്ടത്ര സമ്മാനങ്ങൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. കണ്ടെത്തുന്ന ആളുകൾക്ക് 1000 പശുക്കൾ, അതുപോലെ അഗ്രഹാരങ്ങൾ, ഗ്രാമം, നഗരം ഒക്കെ ദാനം ചെയ്യും. കാണുകയെങ്കിലും ചെയ്ത കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ 1000 പണം അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. അതറിഞ്ഞ് 4 പാടും ബ്രാഹ്മണർ നളനെ അന്വേഷിച്ച് നടന്നു. ഒടുവിൽ സുദേവൻ എന്ന ബ്രാഹ്മണൻ ചേദിപുരിയിൽ ദമയന്തിയെ കാണുകയാണ്. പുണ്യാഹവാചനം ചെയ്യുന്ന സന്ദർഭത്തിൽ രാജാവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുനന്ദയുടെ അദ്ദേഹത്തിൻ്റെ സഹോദരിയായ സുനന്ദയുടെ സമീപത്ത് നിൽക്കുന്ന ദിവ്യസ്ത്രീയായ വരവർണ്ണനിയായ സുന്ദരിയായ അതേസമയത്ത് മരണ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ആ ദമയന്തിയെ സുദേവൻ കണ്ടു. അദ്ദേഹത്തിന് കണ്ടപ്പോൾ തന്നെ ദമയന്തിയാണ് എന്ന് മനസ്സിലായി. ആ ദമയന്തിയുടെ ദിവ്യമായ സൗന്ദര്യത്തെ അദ്ദേഹം നോക്കുകയാണ്. മനോഹരമായി വ്യാസൻ അതിനെ വർണ്ണിച്ചിരിക്കുന്നു. യഥേയം മേ പുരാ ദൃഷ്ട തഥാ രൂപേയമംഗന കൃതാർത്ഥോസ്മ്യദ്യ ദൃഷ്ടേ മാം ലോകകാന്താമിവ ശ്രിയം പൂർണ്ണചന്ദ്രനിഭാം ശ്യാമാം ചാരുവൃത്തപയോധരാം കുർവന്തീം പ്രഭയാ ദേവീം സർവാവിതിമിരാദിശ ചാരുപത്നവിശാലാക്ഷീം മന്മഥസ്യ രതീമിവ ഇഷ്ടാം സമസ്തലോകസ്യ പൂർണ്ണചന്ദ്രപ്രഭാമിവ. കുഞ്ഞുകുട്ടൻ നമ്പരൻ മനോഹരമായിട്ട് ഇത് മലയാളത്തേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇത്തരം നല്ല ശ്ലോകങ്ങൾ നമ്മൾ ആസ്വദിക്കേണ്ടവയാണ്. നൽപ്പൊയ്ത്താർമെഴിയാൾ മാരന്നിണങ്ങും രതിയൊത്തവൾ ഏവർക്കും പ്രിയമേകുന്നോൾ പൂർണേന്ദു പ്രഭ പോലവേ വിദർഭപ്പൊയ്കയിൽ നിന്നഹോ ദൈവാൽ പരിഞ്ഞവൾ പല പങ്കം പൂണ്ടുയർന്ന മൃണാളിക കണക്കിനെ രാഹുവായിൽ തിങ്കൾ പെട്ട വാവിൻ നിരവിനൊത്തവൾ ഭർത്തൃദുഃഖം കൊണ്ടുഴന്നോൾ ഒഴുക്കറ്റാറ്റിനൊത്തവൾ പർണങ്ങൾ പോയി പക്ഷികളും പക്ഷികുലം പേടിച്ചു പതറിപ്പരം കൊമ്പൻ്റെ തുമ്പിക്കൈ തട്ടിയുലഞ്ഞബ്ജിനിയൊത്തവൾ സുകുമാരി സുജാതാംഗി രത്നമുള്ള ഗൃഹോചിത പറിച്ചിട്ടർക്കാംശു തട്ടിപാടും പൊയ്ത്താരിനൊത്തവൾ രൂപൗദര്യഗുണം പൂണ്ടോൾ മണ്ഡനാരഹ അമണ്ഡിത കരിങ്കാർ മൂടിന പുതുച്ചെറുതിങ്കളിനൊത്തവൾ കാമഭോഗങ്ങൾ കൈവിട്ടോൾ ബന്ധുരോഗം പിരിഞ്ഞവൾ ഭർത്താവിനെ കാണുവാനായി ദീനമാം മീ വഹിപ്പവൾ ഭർത്താവു തന്നെയാം സ്ത്രീക്കു ഭൂഷണം ഭൂഷയെന്നിയേ ഇവൾ ശോഭിക്കലും ശോഭിക്കുന്നില്ല കാന്തനെന്നിയേ സാഹസം ചെയ്യുന്നു സത്യമിവൾ വേർപെട്ടുമാ നളൻ ദേഹം ധരിക്കുന്നുണ്ടെങ്കിൽ മങ്ങുന്നീലല്യമാലിനാൽ നീലകേശാന്തമായി പൊയ്ത്താർമിഴിയാമിവളെ പരം സുഖാർഹയാകിലും ദുഃഖം പൂണ്ടു കണ്ടിണ്ടലാണ്ടു ഞാൻ ദുഃഖത്തിൻ കരപറ്റുന്നതെന്നാണീ ശോഭനാംഗിയാൾ തിങ്കളായി രോഹിണി മട്ടു ഭർത്താവായി ചേർന്നു സാധ്വിയാൾ നന്ദിക്കുമിവളെ വീണ്ടും കിട്ടിക്കൊണ്ടിട്ടു നൈഷധൻ തുല്യശീലവയോരൂപ തുല്യാഭിജനമാനിയാൾ നളന്നു ചേരും നളനീയസദേക്ഷണയാൾക്കുമേ എന്ന് ഈ സുദേവൻ ആ ദമയന്തിയുടെ സൗന്ദര്യവും ആ ദീനമായ അവസ്ഥയും കണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞു. ദമയന്തിയെ അദ്ദേഹം സമീപിച്ചു. ദമയന്തിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആശ്വാസവാക്കുകൾ പറഞ്ഞു, ഞാൻ സുദേവനാണ്, നിൻ്റെ സഹോദരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബ്രാഹ്മണനാണ്. ഭീമരാജാവ് പറഞ്ഞ് ബ്രാഹ്മണർ നാലുപാടും നിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്.
നിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അതുപോലെ മക്കളും 2 മക്കളും സുഖമായിട്ട് വിദർഭയിലിരിക്കുകയാണ്. സുദേവനെ മനസ്സിലായപ്പോൾ ദമയന്തി വിദർഭയിലെ തൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് ചോദിച്ച് പലതും പറഞ്ഞ് കരയാൻ തുടങ്ങുകയാണ്. ഏകാന്തമായൊരു സ്ഥലത്ത് പോയിരുന്നാണ് ഇവർ സംസാരിക്കുന്നത്. ഇത് രാജകുമാരിയായ സുനന്ദ മാറി നിന്ന് എല്ലാം കണ്ടു. രാജമാതാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നമ്മുടെ സൈരന്ധ്രി ആ സുദേവ ബ്രാഹ്മണനോട് ഏകാന്തത്തിൽ എന്തോ പറയുന്നുണ്ട്, കരയുന്നുണ്ട്, വിളിച്ചന്വേഷിക്കണമെന്ന് പറഞ്ഞു. രാജമാതാവ് സുദേവനെ വിളിച്ചു. ഈ സാധ്യമായ സ്ത്രീ എന്താണ്, ആരുടെ മകളാണ്, ആരുടെ ഭാര്യയാണ്, എങ്ങനെയാണ് ഇവൾ ബന്ധുക്കളെ പിരിഞ്ഞത്, എങ്ങനെ ഇവൾ തനിച്ചായി, എല്ലാം പറയൂ എന്ന് പറഞ്ഞു. സുദേവൻ എല്ലാ കാര്യങ്ങളും ധരിപ്പിച്ചപ്പോൾ ആ രാജമാതാവും സുനന്ദയും അമ്പരന്ന് പോയി. അവർ ദമയന്തിയെ തിരിച്ചറിയാൻ ഉള്ള അടയാളം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ സുദേവൻ പറഞ്ഞു, ഒരടയാളമുണ്ട് ഇവളെ തിരിച്ചറിയാൻ. ഇവളുടെ പുരികങ്ങൾക്ക് മധ്യത്തിലായിട്ട് ജന്മനാ തന്നെ ധാതാവ് ബ്രഹ്മാവ് ദമയന്തിക്ക് ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്. ഒരു മറുക്, തിലകം പോലെ സുന്ദരമായൊരു മറുക്. ഇപ്പോൾ അത് മണ്ണ് പുരണ്ട് മറഞ്ഞു നിൽക്കുകയാണ്. അവൾക്ക് മാത്രമുള്ള ആ ഒരു സൗന്ദര്യ ലക്ഷണം അത് അവരുടെ അടയാളമാകുന്നു. പ്രതിപദത്തിലെ ചന്ദ്രനെ പോലെ അത് പെട്ടെന്ന് കാണുകയില്ല, മണ്ണ് മൂടിയിരിക്കുകയാണ്, അത് നോക്കിയാൽ മതി. പക്ഷേ അവൾ ദമയന്തി തന്നെയാണ്. അഗ്നിക്ക് ചൂട് സഹജമാണെന്നതുപോലെ ദമയന്തിയുടെ ഈ ദിവ്യ സൗന്ദര്യം തന്നെ പറയുന്നു അത് ദമയന്തിയാണ്. അതുകൊണ്ട് എനിക്ക് സംശയമില്ല എന്ന് പറഞ്ഞപ്പോൾ സുനന്ദ ദമയന്തിയുടെ നെറ്റിയിൽ ചെന്ന് അവിടെയുള്ള ആ ചേറൊക്കെ തന്നെ മാറ്റി നീക്കിയപ്പോൾ മേഘം നീങ്ങിയ സൂര്യനെ പോലെ അവളുടെ ആ ഒരു അടയാളം തിലകക്കുറി പോലെ ശോഭിക്കുന്നതായ ആ മറുക് കണ്ടെത്തുന്നു. സുനന്ദയും രാജമാതാവും ദമയന്തിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ കരയുകയാണ്. കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ രാജമാതാവ് പറഞ്ഞു, ഈ മറുക് ഞാൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു. നീ ദമയന്തി ആണെന്നും എനിക്ക് മനസ്സിലായിരുന്നു. വാസ്തവത്തിൽ നീ എൻ്റെ സഹോദരിയുടെ മകളാണ്. എനിക്ക് നിന്നെ മുമ്പേ തന്നെ അറിയാം. ദശാർണ ദേശത്തെ രാജാവായിട്ടുള്ള സുദാമാവിൻ്റെ 2 മക്കളാണ് ഞാനും നിൻ്റെ അമ്മയും. നിൻ്റെ അമ്മയെ വിദർഭയിലെ ഭീമരാജാവ് വിവാഹം ചെയ്തു. എന്നെ ഈ രാജ്യത്തെ വീരബാഹു എന്ന രാജാവ് വിവാഹം ചെയ്തു. നിന്നെ പ്രസവിച്ചത് ദശാർണ ദേശത്തായിരുന്നു. അപ്പോൾ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. നിൻ്റെ ഈ ദിവ്യമായ അടയാളവും ഞാൻ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം കണ്ടില്ല. ഇന്ന് നിന്നെ കാണാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ഇത് നിൻ്റെ വീട് തന്നെയാണ്. എൻ്റെ ഐശ്വര്യങ്ങളൊക്കെ തന്നെ നിൻ്റെയും ഐശ്വര്യമാണ് എന്ന് പറഞ്ഞു. ദമയന്തി തൻ്റെ വലിയമ്മയെ നമസ്കരിച്ചു. തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഭവതി എന്നെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു, സംരക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു. ഞാൻ സുഖമായിട്ടാണ് കഴിഞ്ഞത്. ഇനി എനിക്ക് പോകാൻ അനുവാദം തരണം. എനിക്കിവിടെ ഇനി കഴിയാൻ സാധിക്കില്ല. അച്ഛനമ്മമാരെ കാണാതിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എനിക്ക് പ്രിയം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭവതി എന്നെ വിദർഭയിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. രാജമാതാവ് തൻ്റെ മകനായ രാജാവിനോട് അനുവാദം ചോദിച്ച് പല്ലക്ക് തയ്യാറാക്കി സൈനിക അകമ്പടിയോട് കൂടിയിട്ട് അന്നപാനാദികളൊക്കെ തന്നെ വഴിയിൽ കഴിക്കാൻ വേണ്ടി കൊടുത്ത് ഏൽപ്പിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ നൽകി ദമയന്തിയെ വിദർഭ രാജ്യത്തേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ദമയന്തി വീണ്ടും തൻ്റെ പുന്നാര മക്കളെ 2 പേരെയും കാണുന്നു, അച്ഛനമ്മമാരെ കാണുന്നു. തൽക്കാലം ജീവിതത്തിൽ ഒരു ആശ്വാസം ദമയന്തിക്ക് ലഭിക്കുന്നു. അതേസമയത്ത് നളൻ്റെ അവസ്ഥ എന്താണ് എന്ന്, നളനും ദമയന്തിയും ഇനി വീണ്ടും കാണുമോ, കൂടിച്ചേരുമോ, അവരുടെ ഐശ്വര്യം തിരിച്ചു കിട്ടുമോ, മഹർഷിമാരുടെ വാക്കുകൾ സത്യമാകുമോ? ഇതാണ് നമുക്കിനി നോക്കാനുള്ളത്.